ഈ പെൺകുട്ടികളെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, ഒരു 1-2 വർഷങ്ങൾക്ക് മുൻപ് അന്ന് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അന്ന് ആ സമയത്ത് ഇതുപോലെ ഈ ലഹരി വ്യാപനമൊക്കെ സീരിയസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അന്ന് കോഴിക്കോട് എനിക്ക് തോന്നുന്നു കുറ്റിക്കാട്ടൂർ അവിടെ അതാണ് സ്ഥലമെന്ന് തോന്നുന്നു. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് നിൽക്കുന്ന സമയം വീട്ടിൽ ഭയങ്കരമായി ആ കുഞ്ഞ് മാനസിക സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട്. സ്കൂളിൽ ചെന്ന് പഠനത്തിൽ ശ്രദ്ധ വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കാര്യം ഒരു സുഹൃത്തിനോട് പറയുന്നു. ആ സുഹൃത്ത് കുട്ടിയുടെ ഒരു സീനിയർ സുഹൃത്താണ്. അയാൾ കുട്ടിക്ക് MDMA നൽകുകയാണ്. അങ്ങനെ MDMA കഴിക്കുമ്പോൾ ഈ കുട്ടിക്ക് ആ സങ്കടങ്ങളൊക്കെ മറക്കാൻ കഴിയുന്നു എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അത് കഴിച്ച് പിന്നീട് ആ കുട്ടി ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോവുകയാണ്. അടിമപ്പെട്ടു പോയി പിന്നീട് ഈ കുട്ടിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നൊരു തോന്നലുണ്ടായപ്പോൾ അവൾക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. ഈ കുട്ടിയെ നമ്മൾ പരിചയപ്പെടുന്നത് വിമോചന കേന്ദ്രത്തിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. അന്ന് ഈ കുട്ടിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ഈ ജുവനൈൽ പിടിക്കുന്നു, പിന്നീട് അതിനെ വിമോചന കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ചാണ് ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. അന്ന് ആ കുഞ്ഞ് നമ്മുടെയൊക്കെ മുന്നിൽ വെച്ച് ഏങ്ങലടിച്ച് കരഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവൾ പറയുന്ന അവളുടെ ആശങ്കകൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ഞാനൊരു ലഹരിക്ക് അടിമയാണെന്ന് തുറന്നു പറഞ്ഞാൽ സമൂഹം എന്നെ എങ്ങനെ നോക്കിക്കാണും? ഞാൻ എങ്ങനെ ഇക്കാര്യം എൻ്റെ അച്ഛനോടും അമ്മയോടും പറയും? ഞാനിങ്ങനെ ലഹരിക്ക് അടിമയാണെന്ന് അറിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ എന്നോട് ഇനി മിണ്ടുവോ? തുടങ്ങി നിരവധി ആശങ്കകളാണ് ആ കുഞ്ഞ് അന്ന് പങ്കുവച്ചത്. പക്ഷേ ഇപ്പോൾ അവൾ ആ ലഹരിയിൽ നിന്ന് മോചിതയായി, അവൾ നല്ല മിടുക്കിയായി പഠിക്കുന്നുണ്ട്. ഒരു മോഡലായി വരണമെന്നാണ് അവളുടെ ആഗ്രഹം. അങ്ങനെയുള്ള കുട്ടികളും നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഞാൻ പറയണം. ഈ പെട്ടെന്ന് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. ഇപ്പം നമുക്ക് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് അഞ്ജു ആണ്. നമ്മുടെ തിരുവനന്തപുരത്തെ റിപ്പോർട്ടർ അഞ്ജു ഉണ്ട് നമുക്കൊപ്പം. അഞ്ജു, പെൺകുട്ടികൾ ഈ ലഹരിക്കടത്തിൽ വലിയ ഇരകളാക്കപ്പെടുന്നു, കണ്ണുകളാക്കപ്പെടുന്നു എന്ന് പറയുന്നത് നമ്മൾ ആശങ്കയോടെ തന്നെ നോക്കിക്കാണേണ്ട ഒന്നാണ്. ഇപ്പോൾ അഞ്ജു, നമ്മൾ ഈ ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിപ്പോർട്ട് കണ്ടു. അഞ്ജുവിന് ഈ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത് എന്തൊക്കെയാണ്? ഇതിൽ പോലീസ് സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്? സേതു, പോലീസ് അതിൽ ഒരു ADGP മനോജ് എബ്രഹാം സാറാണ് നമ്മളോട് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷാ നിരക്കിൽ കുറവുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ലഹരി കേസുകളുടെ ഈ വ്യാപനം തടയാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പറ്റുമോ അതൊക്കെ സ്വീകരിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ കൂടി നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ജയിലിൽ ഇത്തരത്തിൽ എത്തുന്നുണ്ട്, ബോധവൽക്കരണം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. പക്ഷേ വീണ്ടും നമ്മൾ ഈ സ്റ്റോറി പറയുന്നത് അത് തന്നെയാണ്. അതായത് ഈ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി ജീവിതത്തിന്റെ കര കയറാൻ വേണ്ടി വലിയ രീതിയിൽ പ്രയത്നിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ വക്കീൽ ഫീസ് വിനയായി വരുന്നതും വീട്ടിലുള്ള പലതും വിറ്റ് ഈ വക്കീലിന് ഫീസായി കൊടുക്കേണ്ടി വന്നതും ഒടുവിൽ സർക്കാർ വക്കീൽ തന്നെ ഈ പെൺകുട്ടിയോട് ഈ തുക ചോദിക്കേണ്ടി വരുന്ന ഘട്ടം വരുമ്പോൾ ഈ ഒരു ഗത്യന്തരവും ഇല്ലാതെ വീണ്ടും ലഹരി കൂട്ടുകെട്ടിലേക്ക് ഈ പെൺകുട്ടി പോകുകയാണ്. 20ാമത്തെ വയസ്സിലാണ് സേതു ഈ പെൺകുട്ടി ആദ്യമായി ജയിലിന്റെ പടി കയറുന്നത്. ഇപ്പോൾ വീണ്ടും ഇതാ 25ാമത്തെ വയസ്സാണ്. ഇപ്പോൾ വീണ്ടും നാഗർകോവിലിലെ ജയിലിലേക്ക് അകപ്പെടുകയാണ്. അപ്പോൾ വലിയ തരത്തിൽ ഈ മാഫിയ സംഘങ്ങളിൽ നിന്ന് ഈ പെൺകുട്ടികൾ ഇങ്ങനെ രക്ഷ നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ ചിലന്തി വലകളിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ പെട്ടുപോകുന്നു. അവർക്ക് പിന്നീട് ജീവിതത്തിൽ നിന്ന് സേതു പറഞ്ഞ ഒരു അനുഭവ കഥ കേൾക്കുമ്പോൾ ഇനിയെങ്കിലും പെട്ടുപോയവർക്ക് രക്ഷപ്പെടാനുള്ളൊരു ആശ്വാസ വാർത്ത കൂടിയാണത്. ഒരിക്കൽ പറ്റിയത് തിരുത്താനുള്ള അവസരമാണ്. പക്ഷേ സാമ്പത്തിക സ്ഥിതിയൊക്കെ മോശമായി ഒട്ടും സമൂഹം ഉൾപ്പെടെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ദുർനടപ്പുകാരി എന്ന് പറഞ്ഞിട്ട് പേര് ചാർത്തി നൽകിയവർക്കൊക്കെ ജോലി നൽകാൻ ആളില്ല. അവർക്ക് മറ്റ് വരുമാന മാർഗങ്ങൾ കണ്ടെത്താതെ വരുമ്പോൾ അവർ വീണ്ടും ഈ കൂട്ടുകെട്ടിലേക്ക് ചെന്നുപെടുകയാണ്. അപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മാത്രമേ ഈ ലഹരിയെ തുരത്താൻ സാധിക്കുള്ളൂ. അതിൽ ആ പെൺകുട്ടിയോ അവരുടെ വീട്ടുകാരോ മാത്രം വിചാരിച്ച സാധ്യത. തീർച്ചയായും അഞ്ജു, അങ്ങനെ തന്നെയാണ്. നമ്മളെ ഈ സമൂഹം ഒന്നടങ്കം തന്നെ ഈ ഒരു വിപത്തിനെ തുടച്ചു നീക്കാൻ കൈകോർക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഒരു പ്രേക്ഷകൻ രജീഷും പറയുന്നുണ്ട്, ലഹരിക്കെതിരെ പൊരുതാൻ സർക്കാരും പോലീസും മാത്രം വിചാരിച്ചാൽ പോരാ, നമ്മൾ ഓരോരുത്തരും അതിനെതിരെ പോരാടാനുള്ള ആർജവം കാണിക്കണം, സമൂഹം ഒറ്റക്കെട്ടായി നേരിടണമെന്ന്. അത് തന്നെയാണ്. ഇത് പോലീസിന്റെയോ സർക്കാരിന്റെയോ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പിന്റെയോ മാത്രം ഒരു കാര്യമല്ല. ഈ ഒരു വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നിൽക്കാൻ, നമ്മുടെ വരും തലമുറയെ വീണ്ടും ആർജവത്തോടെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തർക്കും പങ്കുണ്ട്. നമ്മളെല്ലാം അത് വഹിക്കുകയും വേണം. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ മഹാവിപത്ത് എത്രയും വേഗം ഒഴിഞ്ഞു പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അഞ്ജു ജയപ്രകാശാണ് അപ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് നമുക്കിപ്പോൾ